ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ 25/2024 ചോദിച്ച ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചുവടെ തന്നിരിക്കുന്നവയെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ തെറ്റായ പ്രസ്താവന 1ഉം 2ഉമാണ്. ശരിയായിട്ടുള്ളത് 3, 4ആണ്. ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ. അപ്പം ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനും ബീഹാറിലെ ആരയിൽ കൻവർ സിംഗുമാണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത് എന്ന് വെച്ചാൽ 3 മാത്രമാണ് തെറ്റായത്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1, 2, 4മാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്ന ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1, 2, 3 ശരിയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 ശരിയാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ചു. ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചുവടെ തന്നിരിക്കുന്നവയെ ശരിയായ ജോഡി ഏത് എന്ന് വെച്ചാൽ ശരിയായ ജോഡി 1ഉം 4ഉമാണ്. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. സൂറത്ത് സമ്മേളനം ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം. സൂറത്ത് സമ്മേളനം ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി എന്ന് പറയുന്നത് ഭൂഗർഭ ജലമാണ്. സിങ്ക് ഹോളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായിയാണ് ഭൂഗർഭ ജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് കാനഡ. അപ്പോൾ ഏറ്റവും കൂടിയ വേലിയേറ്റം ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതുവാണ് ടാൽക്ക്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്ക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിന് ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന് ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് എന്ന് വെച്ചാൽ തെറ്റ് 4 മാത്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതാമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതാമെന്ന് നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉം 4ഉമാണ്.
OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്താണ്? OCI എന്താണ് പൂർണ്ണരൂപം? ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ആൻസർ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ള? ആമുഖം പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 2, 3, 4 ശരിയാണ്. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചില പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്ന്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്ന്, അവശിഷ്ടാധികാരം കാനഡയിൽ നിന്ന്, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരം കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ആൻസർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനാണ്. എന്തൊക്കെയാണ് യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ആൻസർ വരുന്നത് ഹംഫ്രി ബർക്ലിയാണ് ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എഴുതിയിരിക്കുന്നത്. നിയമങ്ങളുടെ അന്തസ്സത്ത, അതായത് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂ. ഇന്ത്യ 220 എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി. അപ്പോൾ ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹംഫ്രി ബർക്ലി ആണ്. നിയമങ്ങളുടെ അന്തസ്സത്ത് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂ. ഇന്ത്യ 220 എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആണ്. താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ 2 തെറ്റായിട്ടുള്ള ജോഡി. ബൽവന്തറായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ബൽവന്തറായ് 1957, അശോക് മേത്ത 1977, സർക്കാരിയ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിൽ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകമാണ്. അപ്പം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണങ്ങളാക്കി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതിയുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അനന്തരഫലങ്ങളിൽ പെടാത്തത് ആൻസർ എന്ന് പറയുന്നത് 2 മാത്രമാണ് അനന്തരഫലങ്ങളിൽ പെടാത്തത്. അപ്പം ഇതിൻ്റെ ഫലങ്ങളിൽ പെടുന്നവയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതേപോലെ തന്നെ
11-ാം പട്ടികയും 12-ാം പട്ടികയും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ചേരുംപടി ഫസ്റ്റ് അഭയകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി എന്ന് വെച്ചാൽ വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് അഭയകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന വിദ്യാകിരണം പദ്ധതി. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായമാണ്. വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുക. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി. വേണു IAS ആണ്. കേരള നിർമ്മാണ സഭ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അണുബാധത്തെ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ്. വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. 2021 ഡേവിഡ് ജൂലിയസും ആഡം പറ്റാപാധ്യനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രമാണ്. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവ, ടൈഫോയിഡ് എന്ന് പറയുന്ന ബാക്ടീരിയ, അസ്കാരിയസിസ് എന്ന് പറയുന്നത് വിരകൾ, ജലദോഷം എന്ന് പറയുന്ന വൈറസ്. മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ, അസ്കാരിയസിസ് വിരകൾ, ജലദോഷം, വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ ആണ്. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് പിണ്ഡമാണ്. അപ്പോൾ പാലായന പ്രവേഗവുമായി ബന്ധപ്പെട്ടത് ആരം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് കർശന ബലം. രണ്ട് വസ്തുക്കളെ തമ്മിൽ ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് കർശന ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണമാണ് സമവർത്തുള്ള ചലനം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് സമവർത്തുള്ള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ എക്സ്പെർട്ട്, ജോൺ F. ഗ്ലോസർ, ആന്റൺ സിലാംഗ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമൂഹത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്താൻ. ആൻസർ 110 ആണ്. 110 ഗ്രാമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവന അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ. 1 തെറ്റും 2 ശരിയുമാണ്. പ്രസ്താവന 2-ൽ എന്താണ് പറയുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. താഴെ പറയുന്ന 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ: അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടേതാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടയ്ക്ക ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. താഴെ പറയുന്ന ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ച പോർച്ചുഗീസ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. English question. I have never been to Paris before. She exclaimed that she had never been to Paris before ആണ് വരുന്നത്. I regret dash you that event has been cancelled. Telling ആണ് വരുന്നത്. When I arrived there dash for over an hour had been waiting ആണ് വരുന്നത്. The artist painted a beautiful landscape on 2 ആണ് വരുന്നത്. The negotiation between two countries finally dash after a week of discussions and the war broke down ആണ്. The detective's abilities to notice the detail led to solving of the complex mystery silent ആണ്.